ഇത് ടൂത്ത് പേസ്റ്റ്. നമ്മളെല്ലാവരും ഉപയോഗിച്ച് വരുന്ന ടൂത്ത് പേസ്റ്റ്. ഇത് ഞാൻ പറയാൻ കാരണം ഒരു ചെറിയൊരു ഹിസ്റ്ററി എന്ന് വെച്ചാൽ ചെറിയൊരു സ്റ്റോറിയാണ് എൻ്റെ പറയുന്നത്. എനിക്കൊരു പേഷ്യൻ്റ് വന്നായിരുന്നു, ഒരു 4 ദിവസം മുന്നേ ഒരു കേസ് വന്നായിരുന്നു. അറൗണ്ട് 42-year-old ഫീമെയിൽ. അമ്മയാണെങ്കിൽ പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പം കയ്യിലാണെങ്കിൽ ഒരു കുറച്ച് തിളപ്പിച്ച വെള്ളം, അതായത് തിളപ്പിച്ചാക്കിയ വെള്ളമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നതിന് ശേഷം അത് കുറച്ച് ബേൺസ് ആയി. അദ്ദേഹം എല്ലാം കറക്റ്റായിട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ലോ പ്രഷറുള്ള റണ്ണിങ് വാട്ടറിൽ അതാണെങ്കിൽ വാഷ് ചെയ്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. പക്ഷെ അദ്ദേഹം ഒരു തെറ്റ് കാണിച്ചതെന്ന് വെച്ചാൽ ഈ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് അദ്ദേഹം അതിൻ്റെ സ്കിന്നിന് മുകളിൽ അപ്ലൈ ചെയ്തു. നെവർ ചെയ്യരുത്, അതൊരിക്കലും ചെയ്യരുത്. കാരണം ഈ ടൂത്ത് പേസ്റ്റ് ഭയങ്കര സ്കിൻ ഇറിറ്റൻ്റ് ആണ്, നല്ല ഇറിറ്റേഷൻ ഉണ്ടാകും. അതേപോലെ തന്നെ അത് ബാക്ടീരിയ ഫോം ചെയ്യാനായിട്ടും അവിടെ റെഡ്നെസ്സും ഇൻഫ്ലമേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വളരെ സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്കും ഇതേപോലെ സംഭവിക്കാം. വീട്ടിൽ ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യമായിട്ട് അതിൽ വരുന്ന എന്താണ് സോഴ്സ്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ പാചകം ചെയ്യുന്ന അവസ്ഥയായിരിക്കും, എവിടെയാണ് ബേൺസ് ഉണ്ടാകുന്നത്, എവിടെ കാരണം ഉണ്ടാകുന്നത്, അതിൽ നിന്നും സേഫായിട്ട് മാറി നിൽക്കാൻ ശ്രമിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളാണെങ്കിൽ കൂൾ വാട്ടർ എന്ന് പറയും, അതായത് റണ്ണിങ് ടൗ വാട്ടറിലാണെങ്കിൽ ഒരു 20 മിനിറ്റ്സോളം നിങ്ങളാണെങ്കിൽ അത് വാഷ് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ഐസ്ബർഗ് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ചികിത്സയ്ക്ക് വേണ്ടി അടുത്തുള്ള ഹോസ്പിറ്റലുമായിട്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക.